എനിക്ക് ഒരാളെ ഒന്ന് കാണാൻ വലിയ ആഗ്രഹമുണ്ട്. അത് അമ്മൂനെയാ. അത് പാടില്ലെന്ന് നിങ്ങൾ ആരും പറയരുത്. സഞ്ജനമോൾക്ക് മുമ്പേ എന്നെ ആദ്യമായി മുത്തശ്ശിന്ന് വിളിച്ചത് അവളാ. ആ വിളി ഒരു ഭംഗിവാക്കിന്റെ പുറത്തുനിന്ന് ഉണ്ടായതല്ല. മനയിൽ വന്ന ശേഷവാ അവൾക്കൊരു മുത്തശ്ശി ഉണ്ടായിരുന്ന വിവരം എന്നോട് പറഞ്ഞത്. ബാലാമണിയമ്മ, അതായിരുന്നു അവരുടെ പേര്. പ്രസവത്തിൽ അവളുടെ അമ്മ മരിച്ചു. അച്ഛന്റെ രണ്ടാം കെട്ടിലെ മകളായിരുന്നു അമ്മ. വല്യമ്മയുടെ ആട്ടും തുപ്പും സഹിച്ച അവൾ വളർന്നത്. അവളുടെ മുത്തശ്ശി അവളെ വളർത്തിയത്. അവൾക്ക് അച്ഛനും അമ്മയും കൂടപ്പിറപ്പും എന്തിന് സർവവും ആ മുത്തശ്ശി തന്നെയായിരുന്നു. ആ സ്നേഹത്തിന്റെ ആഴം അറിഞ്ഞവളാ ഞാൻ. മനയിൽ വന്ന നാൾ മുതൽ എന്നെ കെട്ടിപ്പിടിച്ചു കിടന്ന അവളെ കഥകളൊക്കെ പറയാറ്. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങും. വെളുക്കുവോളം അവളെ തഴുകി ഞാനും കരയും. അവൾ എനിക്കൊരു വാക്ക് തന്നിരുന്നു. 1 മാസത്തിനുള്ളിൽ മുത്തശ്ശിയെ മുത്തശ്ശിയുടെ ഗൗരിമോളുടെ അടുത്ത് എത്തിക്കുമെന്ന്. എന്റെ കയ്യിലടിച്ച അവൾ സത്യം ചെയ്ത് പറഞ്ഞത്. അപ്പോ അവളുടെ ശിരസിൽ തലോടി ഞാൻ പറഞ്ഞത് എന്റെ ഗൗരിമോള് നീയാണെന്ന. എനിക്ക് അമ്മൂനെ ഒന്ന് കാണണം മോളെ. എന്റെ ആഗ്രഹം നീ എനിക്ക് സാധിച്ചു തരണം. അവൾ എന്നെ തിരിച്ചറിഞ്ഞില്ല എന്ന് വരും. ചിലപ്പോ അവളുടെ നാവീന്ന് മുത്തശ്ശി എന്നുള്ള വിളി എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നും വരും. പക്ഷേ എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുമോ? ഞാൻ എങ്ങനെ അമ്മയും കൊണ്ട് മംഗലശ്ശേരിയിലേക്ക് പോകും? അവര് നമുക്ക് മുന്നിൽ വാതിലടച്ചെന്ന് വരും. ഞാൻ തനിയെ പോകാം. മോള് വരണ്ട. അത് വേണ്ട. ദേ, അമ്മയ്ക്ക് അവളെ കാണാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കിത്തരാം. അല്പകാലതാമസം വന്നാലും അത് നടന്നിരിക്കും. ഈ ഗൗരിയ അമ്മയ്ക്ക് വാക്ക് തരുന്നത്. അവൾ അമ്മ എങ്ങനെ തിരിച്ചറിയാനോ? അമ്മയുടെ സങ്കടം കൂട്ടാനേ അത് ഉപകരിക്കൂ. മുത്തശ്ശിക്ക് ഇത് അറിയാവുന്ന കാര്യമല്ലേ, പിന്നെ എന്തിനു വേണ്ടാന്ന് വെക്കണം? നമുക്കിതുവരെ മുത്തശ്ശിയുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മമ്മി എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ ആലോചിച്ചത് മറ്റൊന്നാ. അമ്മയെ കണ്ടതൊക്കെ അവളുടെ നഷ്ടപ്പെട്ട ഓർമ്മകളുടെ സമയത്തിനുള്ളില. അങ്ങനെയല്ലേ കേൾക്കുന്നത്? ലക്ഷ്മിക്ക് അവളുടെ മുത്തശ്ശിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒളിമങ്ങാതെ അവളുടെ മനസ്സിലുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരാത്മബന്ധം ഉണ്ടായി. അമ്മയെ അവൾ മുത്തശ്ശിയായി കണ്ട നിലയ്ക്ക് അമ്മയെ അവൾ തിരിച്ചറിഞ്ഞാലോ? അങ്ങനെ സംഭവിക്കോ മമ്മി? അങ്ങനെ സംഭവിച്ചാൽ പലരുടെയും ചരടുകൾ ദക്ഷയുടെ കയ്യിലിരിക്കും. അമ്മയുമായി ഒരു കൂടിക്കാഴ്ച ഉടനെ ഉണ്ടാവണം.
ലച്ചു തനിച്ചാണോ അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്നത്? കാവേരിയപ്പിച്ചുണ്ടായിരുന്നു. എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയതാ. ഇങ്ങതാ, ഞാൻ കൂടെ സഹായിക്കാം. അതൊന്നും വേണ്ട, എനിക്കിതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ചേച്ചി പോയിക്കോ. അതെങ്ങനെ ശരിയാവും? ലച്ചു മാത്രം ജോലി ചെയ്യാ, ഞാൻ റൂമിൽ പോയി ഇരിക്ക. അത് ശരിയായ കാര്യമല്ല. ഞാനും കൂടി കഴിയുന്ന പോലെ സഹായിച്ചു തരാം. മാറാ. അടുക്കളപ്പണിയൊന്നും ചേച്ചിക്ക് അറിയാത്ത കാര്യങ്ങളാ. കത്തി കൊണ്ട് ഇതേ കൈ മുറിയും. ചേച്ചി ഒന്നും ചെയ്യണ്ട, ഇതൊക്കെ എന്റെ ജോലിയല്ലേ. അതിന് ലച്ചു ഇവിടുത്തെ ജോലിക്കാരിയല്ലല്ലോ. ഞങ്ങളുടെ വീട്ടിലും ജോലിക്കാരൊന്നുമില്ല. ഞാനും ശ്രീജേടത്തിയും കൂടിയാ അടുക്കള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് ശീലോ. ചേച്ചി ഇന്നേ വരെ അടുക്കളയിൽ കയറിയിട്ടില്ലെന്ന് എനിക്കറിയാം. നിനക്കതെങ്ങനെ അറിയാം? ചേച്ചി കത്തി പിടിച്ചിരിക്കുന്നത് കണ്ടാൽ അറിയില്ലേ? എനിക്കിത് അന്യ വീടല്ലല്ലോ. ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് വിളമ്പേണ്ടത് ഭാര്യയുടെ ഉത്തരവാദിത്വല്ലേ. അത് ഞാൻ ചെയ്തോളാം. ഞാനും ഒരു ഭാര്യയാ ലച്ചു, അത് മറക്കണ്ട. അത് ചേച്ചി ഭർത്താവിന്റെ കൂടെ താമസിക്കുമ്പോ ചെയ്താ പോരെ. ചേച്ചി ഒരു ജോലിയും ചെയ്യണ്ട. ചേച്ചി ഞാനതിന് സമ്മതിക്കുകയില്ല. ചേച്ചിക്ക് അറിയാവുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരൂ. എന്താ ലച്ചുവിന് അറിയേണ്ടത്? സഞ്ജുവേട്ടന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനത് അറിഞ്ഞിരിക്കേണ്ടതല്ലേ. അതൊക്കെ സഞ്ജുവേട്ടനോട് ചോദിച്ചറിയാനും കഴിഞ്ഞിട്ടില്ല. ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം വെച്ചുണ്ടാക്കി കൊടുക്കുമ്പോഴല്ലേ അദ്ദേഹത്തിനൊരു മതിപ്പുണ്ടാവുള്ളൂ. ഭർത്താവിന്റെ മനസ്സിൽ കയറാൻ അതൊരു നല്ല വഴിയാണെന്ന് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ സഞ്ജുവേട്ടന് ഇഷ്ടാവോന്ന് എനിക്കറിയില്ല. അറിയുമെങ്കിൽ ചേച്ചി ഒന്ന് പറഞ്ഞതാ. എന്ത് കറിയാ സഞ്ജുവേട്ടന് കൂടുതൽ ഇഷ്ടം? അതിന് സഞ്ജുവിന് ഭക്ഷണത്തിൽ അങ്ങനെ പ്രത്യേക നിർബന്ധമൊന്നുമില്ല. ടേബിളിൽ എന്ത് കൊണ്ടുവെക്കുന്നോ അത് കഴിക്കും. പരാതിയും പരിഭവവും ഒന്നും പറയില്ല. പായസം ഇഷ്ടാണോ? പായസം ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളത്? എന്നാലേ ഒരു പായസം കൂടി എനിക്ക് ഉണ്ടാക്കണം. നിന്റെ പായസത്തെ കുറിച്ച് ഇവിടെ ആർക്കാ അറിയാത്തത്? അതിനിവിടെ ഞാൻ വന്നിട്ട് പായസം വെച്ചില്ലല്ലോ. ഞാൻ നിന്റെ പായസം കുടിച്ചതായിട്ട് ഓർക്കുന്നു. അത് ചേച്ചി സ്വപ്നം കണ്ടതാവും. ആഹാ, രണ്ടുപേരും പാചകത്തിലാണല്ലോ. കൊള്ളാം. ഞാൻ ലച്ചുവിനെ സഹായിക്കാൻ വന്നതാ അമ്മേ. പക്ഷെ ലച്ചു എന്നെ അടുപ്പിക്കുന്നില്ല. മോൾക്കിതൊന്നും പരിചയമുള്ള കാര്യമല്ലല്ലോ. അത് എന്നെ ഞാനും പറഞ്ഞത്. പക്ഷെ എനിക്കങ്ങനെ പിന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ കാഞ്ചന മോളെ അന്വേഷിക്കുന്നുണ്ട്. മോൾ അങ്ങോട്ട് ചെല്ല്. ചെന്ന് കാര്യം എന്താന്ന് ചോദിക്കേ. മോള് കിച്ചണിലുള്ള കാര്യം അവൾക്ക് അറിയില്ല. എന്നാ ഞാൻ പോയിട്ട് വരാം. ചെല്ല്. അങ്കിൾ എന്താ ആലോചിക്കുന്ന? ഞാൻ അമ്മുന്റെ കാര്യത്തെക്കുറിച്ച് ഓർക്കുമായിരുന്നു. അവളുടെ കാര്യത്തില് സഞ്ജു എന്തു തീരുമാനിച്ചു? അത് ഞാൻ അമ്മുനെ... അല്ല, ഇവിടെ അവളെ അങ്ങനെ നിർത്തിക്കൊണ്ടു പോയാൽ ശരിയാവൂ? ശ്രീകുട്ടിക്ക് ഉപകാരങ്ങൾ ചെയ്തവളാ അമ്മു. സത്യത്തില് എന്റെ ശ്രീകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്റെ അമ്മുമോള് തന്നെ. ആ നന്ദിയും കടപ്പാടും ഒരിക്കലും മറക്കാൻ പാടില്ല. സ്വാതിയും ഇത് തന്നെ അങ്കിൾ പറയുന്ന. എന്റെ ശ്രീകുട്ടിക്ക് ഒരു ആപത്ത് വന്നപ്പോ കൂടെ നിന്നതും സ്വന്തം ജീവൻ പോലും മറന്ന് അവളെ രക്ഷിച്ചതും അമ്മോ. ദാ ഇപ്പോ തിരിച്ച് ആ കുട്ടിക്കാ വലിയൊരു ആപത്ത് വന്നിരിക്കുന്നേ. ആരോരുമില്ലാത്തൊരു പാവം കുട്ടിയാ. ഈ ഒരു അവസ്ഥയില് അമ്മൂനെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാ. ഇല്ലെങ്കിൽ ദൈവം നമ്മളോട് ചോദിക്കില്ലേ? ദേ, നാളെ തന്നെ നമുക്ക് അമ്മുവിനെ ഡോക്ടർ ഡൊമിനിക്കിനെ കാണിക്കണം.
അങ്കിള് പറഞ്ഞ ശരിയാ, പക്ഷേ അതിന് അവള് സമ്മതിക്കോ? സമ്മതിപ്പിക്കണം. എങ്ങനെയും എന്ത് തന്ത്രം ഉപയോഗിച്ചാലും അമ്മുനെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കണം. അവളെ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കണം. ആര് വിളിച്ചാലും അമ്മ ഡോക്ടറെ അടുത്തേക്ക് പോരുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആര് വിളിച്ചാലും പറ്റില്ല. നീ തന്നെ അമ്മുനെ വിളിക്കണം. ഉറപ്പായും അവൾ ഒപ്പം വരാൻ സമ്മതിക്കും. ഞാനല്ലേ പറയുന്നേ. അത് ഞാൻ അതിലെന്താ പ്രശ്നം? നിന്നെ അവൾക്ക് വിശ്വാസമോ? ശ്രീകുട്ടി അറിഞ്ഞാലും അവള് നിന്നെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. അമ്മു രക്ഷപ്പെടണമെന്ന് അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട് ശ്രീകുട്ടി. എന്തായാലും നാളെ വിഷു അല്ലേ? കണി കാണലും ആഘോഷങ്ങളും ഒക്കെ കഴിഞ്ഞ് അമ്മുനെ ഔട്ടിങ്ങിനാണെന്നും പറഞ്ഞ് നീ വിളിക്ക്. അങ്ങനൊരു യാത്ര അവളും ആഗ്രഹിക്കുന്നുണ്ടാവും. നിന്നോടൊപ്പം അമ്മു വരും. പിന്നെ തന്ത്രത്തില് നമുക്ക് അവളെ ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കാം. അങ്കിളെ, ഇപ്പൊ തന്നെ അമ്മു ആകെ പ്രശ്നമായിട്ടിരിക്കുക. പിന്നെ സ്വാതിക്ക് കാര്യങ്ങൾ ബോധ്യമുള്ളതുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന. ഞാൻ എങ്ങനെയും അമ്മുവിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. അപ്പോ ഇങ്ങനെ ഒരുമിച്ച് ഡോക്ടറെ കാണാന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ? അപ്പോ അമ്മു ഇങ്ങനെ ഓർമ്മകൾ നഷ്ടപ്പെട്ട രീതിയിൽ തുടരണമെന്നാണോ സഞ്ജു പറയുന്നേ? ആ കുട്ടിയോട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ അത് നീതിയാണോ? നമുക്ക് ആ കുട്ടിക്ക് വേണ്ടി ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും വലിയ പ്രത്യുപകാരമായിരിക്കും ഇത്. ഇത്രയെങ്കിലും നമ്മൾ അവൾക്ക് വേണ്ടി ചെയ്യണം. അതിന് സഞ്ജു തന്നെ മുൻകൈ എടുക്കണം. അല്ലാതെ പറ്റില്ല. അത് ഒന്നും പറയണ്ട. നമുക്ക് അമ്മുവിനെ രക്ഷിക്കണം. അല്ലാതെ ശ്രീകുട്ടിക്കും നിനക്കും ഒരു മനസമാധാനവും കിട്ടില്ല. അപ്പോ നീ നാളെ അമ്മുവുമായിട്ട് ഡോക്ടറെ കാണുന്നു. എന്താ അമ്മേ, എന്താ കാര്യം? ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അല്ല, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാം. നീ എങ്ങനെയാടി ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സ്വാതി. എന്താ കാര്യം അമ്മ? അത് പറയേ. അവളുടെ ഓരോ കോപ്രായങ്ങൾ കണ്ടിട്ട് എനിക്ക് ഉള്ളം കാലിൽ നിന്ന് പെരുത്ത് കയറുക. അത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ ഇവിടെ ചിലരും. ഓ, അമ്മുന്റെ കാര്യമാണോ അമ്മ പറയുന്നത്? അല്ലാതെ പിന്നെ ആരുടെ കാര്യം പറയാനാ? ഇനി ഇവിടെ തുടർന്നാലേ ഞാൻ ചിലപ്പോ അവക്ക് നല്ല വീക്ക് വെച്ചു കൊടുക്കും. അയ്യോ അമ്മേ, അമ്മുന്റെ അവസ്ഥ അറിയരുതോ? അറിഞ്ഞോണ്ടാണോ അവൾ ഇതൊക്കെ ചെയ്യുന്നേ? പാവം അമ്മു, ശരിക്കും അവൾ ആകെ മാറിപ്പോയി. പാവ അമ്മു. മോളെ, ഇത് നിന്റെ ജീവിതമാ. ഇവിടെ ഇത്തരം സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. എല്ലാം കൈവിട്ടു പോയാ പിന്നെ ഒന്നും ചെയ്യാനാവില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നേ? എന്റെ ജീവിതം കൈവിട്ടു പോവാനോ? അതിന് സഞ്ജുവിനും എനിക്കും ഇവിടെയുള്ള എല്ലാവർക്കും അമ്മുവിന്റെ അവസ്ഥ അറിയാം. സഞ്ജുവിന്റെ ഭാര്യ എന്ന് സങ്കല്പിച്ച് അവൾ ഓരോന്ന് ചെയ്യുവാ. അതിവിടെ ആരും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അമ്മേ, മുമ്പ് അവൾ ഇങ്ങനെയായിരുന്നോ? ഇപ്പൊ ഓർമ്മയില്ലാത്തത് കൊണ്ടല്ലേ. അത് ആ സെൻസിൽ എടുത്താ പോരെ? ഓ, ഇപ്പൊ എല്ലാരും എല്ലാം തമാശയായിട്ടാ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ തമാശയല്ലാതാവുന്ന ഒരു ദിവസം വരും. ആ ഒരു ആശങ്ക എനിക്കുണ്ട്. അപ്പം ജീവിതം കൈവിട്ടു പോകുന്നതേ എന്റെ മോളുടെയാ. അന്നീ പറയുന്ന ആരും ഒപ്പം ഉണ്ടാവില്ല. അനുഭവിക്കുന്നത് നീയാ. മോളെ, നീ ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ കുറേയേറെ മുന്നോട്ട് പോയവളാ ഞാൻ. അനുഭവം കൊണ്ട് പറയുക, ഇത് മുളയിലെ നുള്ളണം. ഇനി ഒരു നിമിഷം പോലും അവൾ ഇവിടെ താമസിക്കുന്നത് ബുദ്ധിയല്ല. ഉടനെ എന്തെങ്കിലും ചെയ്യണം. അമ്മ എന്താ ഈ പറയുന്നേ? പഴയ കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ അമ്മ? എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. സുഖമില്ലാത്തപ്പോ നിന്റെ ഒപ്പം നിന്നത് അമ്മുവാ, സമ്മതിച്ചു. പക്ഷേ ഇത് നിന്റെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാ മോളെ. അതാ അമ്മ പറഞ്ഞത്. മതി, പറഞ്ഞതൊക്കെ മതി അമ്മേ. പാവ അമ്മു, ഇതെല്ലാം അവളുടെ തെറ്റാണോ?
പാവം അമ്മു. അവൾ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അല്ല, സമ്മതിച്ചു. പക്ഷെ അവൾ ഇവിടെ തുടർന്നാൽ അത് ബാധിക്കുന്ന നീ. എന്റെ ജീവിതത്തെ തന്നെയാ അല്ലേ? അതെ, ഉറപ്പായിട്ടും അതെ. എന്റെ പൊന്നമ്മേ, അതിന് അമ്മൂനോട് എനിക്ക് ദേഷ്യവും സംശയവും എന്തെങ്കിലും തോന്നിയാലല്ലേ പ്രശ്നമുള്ളൂ. ഒരിക്കലും അങ്ങനെ വരില്ല. എനിക്ക് എന്റെ അമ്മൂനെ അത്രയ്ക്ക് വിശ്വാസം. ആ വിശ്വാസം എപ്പോഴും അങ്ങനെ നിലനിൽക്കണമെന്നില്ല. അമ്മേ, അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞതിൽ മാറ്റമില്ല. ഞാൻ അത്രയ്ക്ക് അമ്മൂനെ സ്നേഹിക്കുന്നുണ്ട്. മോളെ, നിന്റെ പക്ഷത്തൊന്ന് ചിന്തിക്കുമ്പോ ഇപ്പൊ ഓക്കെയാണ്. പക്ഷേ സ്വന്തം ജീവിതം വെച്ച് അങ്ങനെ ഒരു പരീക്ഷണം വേണോ? ഇത് പരീക്ഷണമല്ല അമ്മേ. നമ്മൾ ഉറപ്പായും അമ്മൂനോട് ചെയ്യേണ്ട കടമയാ. ഓക്കെ, ആയിക്കോ. പക്ഷെ അവളെ ഈ വീട്ടിലൊപ്പം താമസിപ്പിച്ച് വേണ്ടാന്നേ അമ്മ പറഞ്ഞുള്ളൂ. എത്ര രൂപ മുടക്കാനും നമ്മൾ തയ്യാറാ. അവളെ നല്ലൊരു ഡോക്ടറെ കാണിക്കാം, വേണ്ടുന്ന ട്രീറ്റ്മെന്റുകൾ ചെയ്യാം. പഴയ ഓർമ്മകളിലേക്ക് അവള് തിരിച്ചു വന്നോട്ടെ. അതല്ലേ മോളെ അതിന്റെ ശരി. മോളെ, അവള് ഹോസ്പിറ്റലിൽ കഴിഞ്ഞോട്ടെ. ശുശ്രൂഷിക്കാൻ നമുക്ക് നല്ലൊരാളെ ഏർപ്പാടാക്കാം. അല്ലാതെ ഇവിടെ ഇങ്ങനെ പറ്റില്ല ശ്രീകുട്ടി. അതാ അമ്മ പറഞ്ഞത്. അമ്മേ, ഇവിടെ നമ്മുടെ മുന്നിൽ അവൾ ഉള്ളപ്പോ നമ്മൾ നോക്കുന്നതല്ലേ നല്ലത്? വേണ്ട, ഒരിക്കലും അത് പറ്റില്ല. ഇനി ഞാൻ അത് സമ്മതിക്കില്ല. അവള് ഹോസ്പിറ്റലിൽ തന്നെ കഴിഞ്ഞോട്ടെ. അമ്മേ, അത് വേണ്ട. ഇനി നീ ഒന്നും പറയണ്ട. കാഞ്ചന തീരുമാനിച്ചതാ. ഇനി അതിന് മാറ്റമില്ല. നന്നായിട്ടില്ലേ? ചേച്ചി ഒന്ന് സഹായിച്ചേ. എനിക്കിതിലൊന്നും ഒരു ഓളവും ഇല്ല ലച്ചു. ഇത് നീ തന്നെ ചെയ്തോ. കണി കാണാനുള്ള പൂക്കൾ ഇതുകൂടെ മതിയാവില്ലേ? എന്റെ നാട്ടിലെ വിഷുവൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കുറവാ രാജോട്ടാ. കൊള്ളാലോ. ലച്ചു തന്നെയല്ലേ നേരിട്ട് ഏറ്റെടുത്തോ? നാളെ വിഷുവായിട്ട് ഇവിടെ ആരും ഉത്സാഹം കാണിച്ചില്ല. സിറ്റിയിലൊക്കെ ഇങ്ങനെയാണല്ലേ? ഞങ്ങളുടെ നാട്ടിൽ വിഷുവിന് വലിയ ആഘോഷം. എല്ലാവരും കണി കാണാൻ വരുന്നത് പെരുവണ്ണാപുരത്തെ അമ്മയാ. ഇവിടെ കഴിഞ്ഞ വർഷവും വിഷു ഉണ്ടായിരുന്നു. അന്ന് വിഷു ഒരുക്കിയത് അമ്മുവാ. വിഷു ഒരുക്കിയ അമ്മൂന് അതൊക്കെ നന്നായിട്ട് അറിയാം, അല്ലേ ശ്രീകുട്ടി? കവിതേച്ചിക്ക് ഇതുകൊണ്ട് എന്ത് സുഖ കിട്ടാൻ പോകുന്നേ? ആഹാ, നിനക്കും ദിനേശിനൊക്കെ നന്നായി സുഖിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളായിരുന്നല്ലോ തോളിലും തലയിലും വെച്ചോണ്ട് നടന്നത്. ആ, ഒടുവില് കാഴ്ചക്കാരിയായി ശ്രീകുട്ടിക്ക് ഗാലറിയിൽ ഇരിക്കേണ്ടി വരും. നീ നിന്റെ പാട് നോക്കി പോവുക കവിതേ. സഞ്ജുട്ട ഒന്നും ഇങ്ങോട്ട് വന്നേ. അയ്യോ, ഞാൻ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ള ആദ്യത്തെ വിഷു അല്ലേ സഞ്ജുട്ടാ? ഇത് ഗംഭീരാക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അല്ലെങ്കിൽ നീ വന്ന ശേഷം കാര്യങ്ങളൊക്കെ ഗംഭീരമാണല്ലോ. സഞ്ജുനതറിയില്ലേ? കാവേരിയപ്പിച്ച് എന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായി.
അവളുടെ ഒരു അപ്പച്ചി. നിങ്ങളൊന്ന് ക്ഷമിക്ക്, എല്ലാം നേരെയാവും. അതിലെനിക്ക് നല്ല ഉറപ്പുണ്ടമ്മേ. ഇനി ഇവിടെ നല്ലതേ വരൂ. വിഷു കൂടാനും എന്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങാനും നാട്ടിൽ ഒരുപാട് പേര് വരും. തലേ ദിവസം അവര് നാണയം കൊണ്ടുവരും. അല്ലാതെ ഞാൻ ഇവിടുന്ന് എടുത്തു കൊടുക്കാനാ? വല്യമ്മയും നരേന്ദ്രചേട്ടനൊക്കെ എന്റെ കയ്യിൽ നിന്നാ കൈനീട്ടം വാങ്ങുന്നേ. അപ്പൊ നാളെ എല്ലാവർക്കും ഐശ്വര്യമായിട്ട് ഇവളുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കാം.